ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെയും നിങ്ങൾ മനസ്സിലോർക്കുന്ന വ്യക്തിയുടെയും കറണ്ട് സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിച്ച് അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെയും നിങ്ങൾ മനസ്സിലോർക്കുന്ന വ്യക്തിയുടെയും കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് ആദ്യം നോക്കാം. 9 ഓഫ് കപ്സ്, 4 of wands, 5 of wands, 6 of swords. നിങ്ങൾ മനസ്സിലോർക്കുന്ന വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. പേജ് ഓഫ് സോർഡ്സ്, 2 of pentacles, 6 of cups, 3 of cups. ഓക്കെ, നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനായിട്ട് കാണിക്കുന്നത് ഇത്രയും സമയം, അതായത് കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം, സമാധാനം ഇതൊന്നുമില്ലായിരുന്നു. പക്ഷെ നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനായിട്ട് നോക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ഹാപ്പിയാണെന്ന് കാണിക്കുന്നുണ്ട്. 9 ഓഫ് കപ്സ് കിട്ടുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഹാപ്പിയാണ്. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടൊത്ത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ സന്തോഷങ്ങൾ ആഘോഷിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കൂടാതെ എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജോബ് നിങ്ങൾക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്കൊരു മനസ്സമാധാനം ഈ ഒരു സമയത്ത് ലഭിച്ചിട്ടുണ്ടായിരിക്കാം. എന്തായാലും നിങ്ങൾ ഈ ഒരു സമയത്ത് വളരെയധികം ഹാപ്പിയാണ് എന്നുള്ളൊരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. കൂടാതെ ഇവിടെ ഒരു 5 ഓഫ് വാൺസിൻ്റെ എനർജി ഉണ്ട്. ഇവിടെ ചുറ്റുമുള്ള ചില വ്യക്തികളിൽ നിന്നും, അതായത് നിങ്ങളിപ്പോൾ ഹാപ്പി ആയിരിക്കുന്നത് ചുറ്റുമുള്ള ചില വ്യക്തികൾക്കൊന്നും അത് അംഗീകരിക്കാൻ കഴിയാത്ത അതായത് ഒരു മനസ്സ് കാണിക്കുന്നുണ്ട്. ഇത്രയും കാലം പല വ്യക്തികളും വിചാരിച്ചിരുന്നത് ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പോകും, അതല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്നൊന്നും നിങ്ങളുടെ വേദനകളിൽ നിന്നൊന്നും നിങ്ങൾ പുറത്ത് വരില്ല, ഈ ഒരു രീതിയിൽ തന്നെ പോകുമെന്നുള്ളതായിരുന്നു. പക്ഷെ അതിൽ നിന്നും അവർ ചിന്തിച്ചതിൽ നിന്നും വിപരീതമായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഇവിടെ സംഭവിച്ചതായിട്ട് കാണിക്കുന്നത്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ കറണ്ട് എനർജി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ഹാപ്പിയാണ്. കൂടാതെ 6 ഓഫ് സോർഡ്സിൻ്റെ എനർജി കിട്ടുന്നുണ്ട്. ജീവിതത്തിൽ പുതിയൊരു ദിശ തേടി നിങ്ങൾ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ടും പുതിയ കാര്യങ്ങളിലോട്ട് നിങ്ങളുടെ എനർജി നിങ്ങൾ കൊണ്ടുപോകുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഒരു കറണ്ട് എനർജി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് വളരെയധികം ഹാപ്പിയാണ്. പുതിയ നല്ല കാര്യങ്ങളിലേക്ക് പോകുന്നു. സമാധാനപൂർണ്ണമായ ഒരു ജീവിതത്തിലോട്ട് നിങ്ങൾ പോകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ അതാണ് നിങ്ങളുടെ ഒരു കറണ്ട് എനർജി ആയിട്ട് കിട്ടുന്നത്. നിങ്ങൾ മനസ്സിലോർക്കുന്ന വ്യക്തിയുടെ കറണ്ട് എനർജി ആയിട്ട് പേജ് ഓഫ് സോർഡ്സ് കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളെ ഇവർ ഒബ്സർവ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് മുൻപ് ഈ ഒരു വ്യക്തിയാണ് നിങ്ങൾ നിരീക്ഷിച്ചു നടന്നതെങ്കിൽ ഇന്നിപ്പോൾ അത് നേരെ തിരിച്ചായതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് അറിയുവാനും നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുവാനും ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ശ്രമിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. 2 ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് വീണ്ടും നിങ്ങളുമായിട്ട് ഇനി സംസാരിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്തയിൽ ഈ ഒരു വ്യക്തി ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ചെറിയ രീതിയിലൊരു മടിയുണ്ട്, അതല്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് ഈ ഒരു സമയത്തുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതായത് പെട്ടെന്ന് നിങ്ങളോട് വന്ന് എന്തെങ്കിലും രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളൊരു പേടി ഈ ഒരു വ്യക്തിക്ക് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഇപ്പോൾ മാറി നിന്ന് നിങ്ങളെ നിരീക്ഷിക്കുന്നതായിട്ടും നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കുന്നതായിട്ടും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കൂടാതെ 6 ഓഫ് കപ്സിൻ്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് പഴയ കാര്യങ്ങളെക്കുറിച്ച് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരു സമയത്ത് നിങ്ങളുമൊത്തുണ്ടായിരുന്ന നല്ല ചില ഓർമ്മകൾ ഈ ഒരു വ്യക്തിയെ ഈ ഒരു സമയത്ത് വിഷമിപ്പിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഓർമ്മകൾ നിങ്ങളുമായിട്ട് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചെയ്ത തെറ്റുകളെ കുറിച്ചോർത്ത് ആ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും എന്തോ ഒരു തെറ്റുണ്ടായി, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൂടെ ഈ ഒരു വ്യക്തി പോകുന്നതായിട്ട് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു വ്യക്തി ആ ഒരു തെറ്റ് നിങ്ങളോട് ചെയ്തത് കാരണം നിങ്ങൾ അവിടെ ഒരു പാഠം പഠിച്ചതായിട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു എന്നാണ് നിങ്ങളുടെ ഒരു എനർജി വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. കൂടാതെ 3 ഓഫ് കപ്സിൻ്റെ എനർജി കിട്ടുന്നുണ്ട്. ഈ ഒരു വ്യക്തി വീണ്ടും നിങ്ങൾക്കൊപ്പം വരണം,
പഴയതുപോലുള്ള ഒരു ഒരു ആഘോഷം, അതുപോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകണം, ആഘോഷപൂർണ്ണമായി ജീവിക്കണം എന്നുള്ള രീതിയിലൊക്കെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതിനായിട്ട് മനസ്സിൽ ഈ ഒരു വ്യക്തി പ്ലാൻ ചെയ്യുന്ന ഒരു എനർജി കൂടി കാണിക്കുന്നുണ്ട്. അതായത് പഴയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും നിങ്ങളെക്കുറിച്ച് തന്നെ ഇവർ ഓർത്തിരിക്കുകയും ചെയ്യുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ അതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.